നമ്മുടെ ഈ അഭിനയ രംഗത്തുള്ള ഒരുപാട് പ്രതിഭകൾക്ക് താങ്കളോടൊപ്പം അഭിനയിക്കാനുള്ള സൗഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സ്വന്തം സ്ഥലപ്പേരിൽ ഒരാൾ അറിയപ്പെടുന്നത് നമ്മുടെ കലാരംഗത്ത് അപൂർവമാണ്. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് നെയിമാണ് മാള. രണ്ടക്ഷരമേ ഉള്ളൂ. രണ്ടക്ഷരമേ ഉള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് നെയിമായ മാള എന്ന സ്ഥലനാമത്താൽ അറിയപ്പെടാൻ ഒരു ഭാഗ്യം. പണ്ട് കെ കരുണാകരനോട് മത്സരിക്കുമ്പോൾ മാളയുടെ മാണിക്ക് എന്നൊക്കെ അദ്ദേഹത്തിന് വിളിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുക. ഞാൻ ഗോമേതകം. ആഹാ, പിന്നെ അത് ശരി. ഈ അഡ്രസ്സ് ഉണ്ടാക്കിയില്ലേ മാളയ്ക്ക്? ഞാൻ ഉണ്ടാക്കിയതല്ലേ, ആൾക്കാരുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഒരു ഭാഗ്യമല്ലേ. ഇത്രയും കാണാവുന്ന ആൾക്കാരുടെ കൂടെ മുഴുവൻ അഭിനയിക്കാനുള്ള, ഈ 4ാം തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് കൂടെ അഭിനയിക്കാനുള്ള മാളക്കാർക്കും അല്ല ഭാഗ്യം. എൻ്റെ ഭാഗ്യം പറഞ്ഞാൽ എൻ്റെ കഴിവല്ല. അല്ല, താങ്കളുടെ ഭാഗ്യം മാത്രമല്ല, മാളക്കാരുടെ ഭാഗ്യം കൂടിയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്ന ഒരാളുണ്ട്, വേണമെങ്കിൽ നോട്ട് ആരാണാവോ നോക്കാം നമുക്ക്. മാള അരവിന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവരിൽ ആരെങ്കിലും മാണിക്കുമോ മരതകമോ ഒക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറിയ ഇതുപോലെയുള്ളൊരു നാട്ടിൻപുറത്തുനിന്ന്, പക്ഷേ ഇപ്പോൾ നഗരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നൊക്കെ ഒരു നടൻ എത്തി കേരളം മുഴുവൻ അറിയപ്പെടുകയും കേരളത്തിലെ ജനങ്ങൾ എന്നും ഇഷ്ടപ്പെടുകയും ഓമനിക്കുകയും ചെയ്യുന്ന ഒരു നടനായി മാറുകയും ചെയ്യുന്നത് അപൂർവ ഭാഗ്യമാണ്. മറ്റാരുമല്ല, സാക്ഷാൽ മമ്മൂട്ടി ദ ഗ്രേറ്റ്. മമ്മൂട്ടി ദ ഗ്രേറ്റ്. കറക്റ്റാ. 5 നേരം നിസ്കാരവും പ്രാർത്ഥനയും ഒരുപാട് വെറൈറ്റി റോൾസ് ചെയ്യാനുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതേ രൂപം പ്രാപിക്കുന്ന പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപരിയായിട്ട് മൃതകായ പ്രവേശം എന്ന് പറയുന്ന സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ആളാണ്. ഒരു റോളല്ല വേറെ റോള്, ആ റോളല്ല വേറെ റോള്. അങ്ങനെ അദ്ദേഹമാണ് താങ്കളെ ഇപ്പോൾ ആദരിക്കുന്നത്. അറിയാം. മാളയുടെ മറ്റൊരു മരതകമാണ്, മാണിക്യമാണ് ഈ അരവിന്ദൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. താങ്കളുടെ പേര് ശ്രീ അരവിന്ദനാണെന്ന് ആർക്കും അറിയില്ല ഇപ്പം. തീർച്ചയായിട്ടും അതൊക്കെ പോയി. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ മാള തന്നെ മതി. അതൊരു ഭാഗ്യമല്ലേ, വലിയൊരു ഭാഗ്യം. ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യമല്ലേ എനിക്ക്. അതാണ് എൻ്റെ കൂടെ അവർക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമാണെന്ന് ഞാൻ പറയില്ല. ഇവരുടെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനുള്ള എൻ്റെ ഭാഗ്യം. ഈവൻ സുരാജ് വെഞ്ഞാറമൂട്, പൃഥ്വിരാജ് വരെയുള്ള ആൾക്കാർ, ഈ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, എന്താ പറയുക, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. ചെറുപ്പക്കാർക്ക് മാളച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനൊരു ഹരാന്നാണ് പറയുക. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, നുണ പറയത്. ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ കാരണം അറിയാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേരുവകളൊക്കെ മാളച്ചേട്ടൻ്റെ കയ്യിലുണ്ട്. നാടകം താങ്കൾ മനസ്സിലേറ്റി, നെഞ്ചിലേറ്റി, ഒരുപക്ഷെ നാടകത്തെ ഒരുപാട് കാലം അങ്ങ് ജീവിച്ചു. എനിക്ക് ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ അവാർഡ് 1978 ജ്യോതി വെങ്കിടാചലം തന്നു. ആദ്യത്തെ അവാർഡ് താങ്കൾക്കായിരുന്നോ? തീർച്ചയായിട്ടും ആദ്യത്തെ അവാർഡ് എനിക്കായിരുന്നു. വെരി ഗുഡ്, താങ്ക് യു. അതായത് മറ്റേ എന്താ പറയുക, സൂര്യസോമ എന്ന് പറയുന്ന നാടകത്തിൽ ഒരു സീൻ വെറും ബ്ലൂ കർട്ടൻ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു അന്നത്തെ താങ്കളുടെ റോള്? എൻ്റെ റോള് ദാമോദര വാര്യർ എന്ന് പറയുന്നൊരു കൊട്ടാരം സൂക്ഷിപ്പുകാരനാണ്. ഡയലോഗ് ഓർമ്മയുണ്ടോ? പിന്നെ ഒന്ന് പറഞ്ഞാലോ. നാടകം കഴിഞ്ഞു, അറിഞ്ഞില്ലേ, എല്ലാവർക്കും പോയിക്കൂടെ, എന്തായി പറയണേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈനില്ല, ഒരു വാര്യറാണ്. അപ്പോൾ നാടകം കഴിഞ്ഞു എന്ന് ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊരു കൊട്ടാരമായിരുന്നെന്നും ഇവിടെ ഇന്ന ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇരുന്നിരുന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ സീൻ നമ്മളവിടെ കാണിച്ചു കൊടുക്കുക. ഓഡിയൻസായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. 15 മിനിറ്റ്. ഒരാൾ ഇറങ്ങൂല. സിനിമയിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ ഡയലോഗ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അയ്യോ, അസാധ്യമായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പം പറ്റില്ല. തബലയിൽ വന്ന കാലഘട്ടത്തിൽ നിന്ന് തബല ഞാൻ പ്രൊഫഷണൽ ആക്കിയില്ല. ഞാൻ കുറച്ച് പഠിച്ചു. തബലയുടെ ഒരു ഇല്ല, ഞാനത് പറയാം അതിനെ പറ്റി. ആദിയിൽ വചനമുണ്ടായി, ആദി താളമുണ്ടായെന്ന് കേട്ടിട്ടില്ലേ? ആ വചനം രൂപമായെന്ന് ബൈബിളിൽ പറയുന്നു. ഈ ആദ്യ താളം എവിടെ നിന്നുണ്ടായി? ശിവൻ എന്ന് പറയുന്ന മഹാദേവനിൽ നിന്ന് ഡമരു എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഉടുക്ക്. അതിൽ നിന്ന് പരിവർത്തനം വന്നിട്ടാണ് തബലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ധ്രുവമട്ടിച്ച രൂപകാഹ ജംബാ ത്രിപട ഏകജ അടതാള ഏകതാളച്ച സപ്തതാള പ്രകീർത്തനം എന്നാണ്. ധ്രുവം, മട്യം, രൂപകം, അട, ത്രിപട, ഏകം മുതലായ സപ്തതാളങ്ങളും അവയുടെ ജന്യതാളങ്ങളും വക്രതാളങ്ങളും അസുരവക്രതാളങ്ങളും കലർന്ന ഇന്ത്യൻ ഡ്രംസിലെ പ്രമുഖനായ ഇൻസ്ട്രുമെൻ്റാണ് തബല. തബലയല്ലത്രേ, തബോല, തബ്രുജ വിരൽ, ബോൽ, സംസാരിക്കുക. ഒന്ന് സംസാരിച്ചല്ലോ തബല. പിന്നെന്താ? ഗതദഗ്ധാഗനഗദ്ധിൻകിനദാനഗതി താഗേന്ദരാനദാഗത്തട്ട് ധാ ഗേന്ദ ധ ഗേന്ദ ധ
തിരുതൂൻ തിരുതൂൻ ദതൂന തിരുതൂൻ ദതൂന തിരുതൂൻ ദതൂന ദാതിരി ദാതിരി നാദിൻ ദിന്ന തിന്ന ദിന്ന തെക്കിട്ട് ദാദർ തെക്കിട്ട് ഗൃതാതിക്കിട്ട് ദിന്ന ഗിന്ന കെത്തിരി ദാഗതിരി 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 ദാതിരി 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 ഗത്തതാ ഗത്തതാ ദാതിരി 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 ഗത്തതാ ഗത്തതാ ദാതിരി 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 ഗത്തതാ ഗത്തതാ ദാദിൻ ദിന്ന ത്രിക്ക് തിങ്ങിന്ന നന്നക്ക് തിന്ന ജാൽ തൃത്താന്നൊക്കെ പറയും. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്.